പശ്ചിമേഷ്യയിലെ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അവസാനിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ ശ്രദ്ധ ഇപ്പോൾ അതിനേക്കാൾ അപകടകരമായിട്ടുള്ള മറ്റൊരു സമുദ്രപാതയിലേക്ക് തിരിയുകയാണ്. മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിലേക്ക്. അമേരിക്ക ഇറാൻ സമാധാന കരാറിലൂടെ ഹോർമൂസിലെ എണ്ണ പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിലും അതിനേക്കാൾ വലിയൊരു ഭീഷണി ചൈനയുടെ രൂപത്തിൽ ഇന്ത്യയുടെ കിഴക്കൻ സമുദ്രാതിർത്തിയിൽ രൂപപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ വാണിജ്യത്തെയും ഡിജിറ്റൽ പരമാധികാരത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയും പൂർണ്ണ സജ്ജരായിട്ടുമാണ് ന്യൂഡൽഹി ഇപ്പോൾ നേരിടാൻ ഒരുങ്ങുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം തായ്വാനുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷമുണ്ടായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഹോർമൂസ് പ്രതിസന്ധിയേക്കാൾ ഭയാനകമായിരിക്കും. ലോകത്തെ 90% സെമി കണ്ടക്ടറുകളും ചിപ്പുകളും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. മാത്രമല്ല, ഇന്ത്യയുടെ 40% വാണിജ്യവും നടക്കുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. ഇതിനെല്ലാം ഉപരി ഇന്ത്യയുടെ IT മേഖലയുടെ നട്ടല്ലായ സിലിക്കൺ വാലിയിലേക്കുള്ള നിർണായകമായിട്ടുള്ള ഇന്റർനെറ്റ് സബ്മറൈൻ കേബിളുകൾ കടന്നു പോകുന്നത് തായ്വാൻ വഴിയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ചൈന ഇത്തരത്തിലുള്ള 3 കേബിളുകൾ ബോധപൂർവം മുറിച്ചു മാറ്റിയിരുന്നു. ഒരു യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ഈ സപ്ലൈ ചെയിനുകൾ തടസ്സപ്പെടുത്തി ഇന്ത്യയെ പോലുള്ള ഒരു വമ്പൻ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുക എന്നതാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കുടിലതന്ത്രം. സെമി കണ്ടക്ടറുകൾ ഇല്ലാതായാൽ ഇന്ത്യയിലെ കൊമേഴ്സ്, വാഹന നിർമ്മാണം, ഡിജിറ്റൽ വിനിമയം തുടങ്ങിയവയെല്ലാം സ്തംഭിക്കും. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വെറുമൊരു കാഴ്ചക്കാരനല്ല. മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണ്. ഇവിടെ നാവികസേനയുടെയും വ്യോമസേനയുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വികസിപ്പിച്ചുകൊണ്ട് ചൈനയുടെ മലാക്ക പ്രതിസന്ധിയെ അവർക്കെതിരെ തന്നെ ആയുധമാക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. മലാക്ക വഴി കടന്നുപോകുന്ന ചൈനീസ് കപ്പലുകളെ ഏത് നിമിഷവും തടയാൻ ശേഷിയുള്ള ഒരു സുരക്ഷാ കോട്ടയായി ആൻഡമാനെ ഇന്ത്യ മാറ്റുകയാണ്. ചൈനയുടെ ഈ നിഴൽ യുദ്ധം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് കൂടുതൽ വേഗത പകർന്നിരിക്കുകയാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ഭാഗമായി നമ്മുടെ രാജ്യത്ത് തന്നെ ചിപ്പുകൾ നിർമ്മിക്കാനുള്ള വമ്പൻ പദ്ധതികൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചൈനയുടെ സ്വാധീനമില്ലാത്ത സുരക്ഷിതമായ സമുദ്രപാതകളിലൂടെ ഇന്റർനെറ്റ് കേബിളുകൾ കൊണ്ടുപോകാനുള്ള ബദൽ സംവിധാനങ്ങളും രാജ്യം ഒരുക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും ഇന്ത്യയുടെ വളർച്ചയെ തടയാമെന്നത് ചൈനയുടെ വ്യാമോഹം മാത്രമാണ്. തങ്ങളുടെ സാമ്പത്തിക ഡിജിറ്റൽ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറായ അതിശക്തമായ ഒരു ഇന്ത്യയാണ് ചൈനയ്ക്ക് ഇനി നേരിടേണ്ടി വരിക. ന്യൂസ് ഡെസ്ക്.